വാർത്തയിലേക്ക്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളിൽ ചൈന മധ്യസ്ഥനാകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ബെയ്ജിങ്ങിലെത്തി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ചർച്ച നടത്തിയതാണ് വിവരം. ഈ മാസം 14-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ശരിയാണ്. മധു, ശരിക്കും ഹോർമൂസ് കടലിടുക്കിലെ ഈ സൈനിക നടപടി അമേരിക്ക നിർത്തിവെച്ചു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്താൻ വിട്ടോ? വെള്ളരിപ്രാവ് അധികം വൈകാതെ പറക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ന് യുദ്ധം അമേരിക്ക ജയിച്ചു കഴിഞ്ഞുവെന്നും ഇറാനുമായി കഴിഞ്ഞ 24 മണിക്കൂർ നല്ല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. എന്നാൽ രാവിലെ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചായിരുന്നു. അതിൽ പറഞ്ഞത് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ ബോംബിംഗ് പുനരാരംഭിക്കുമെന്നായിരുന്നു. അത് വളരെ തീവ്രമായിരിക്കും എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. പക്ഷേ ഈ സമാധാന ചർച്ചകളെ കുറിച്ച് ഇറാനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു ഇന്നലെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ സമാധാന പദ്ധതി തങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പാകിസ്ഥാൻ മുഖേന ഇതിന് മറുപടി നൽകുമെന്നും ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു. എന്നാൽ ഇതിന്റെ തൊട്ടു മുമ്പ് ഈ US നിർദ്ദേശങ്ങളൊക്കെ വെറും അമേരിക്കയുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷ് ലിസ്റ്റ് മാത്രമാണെന്ന് ഇറാന്റെ മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയായിരുന്നു. എന്നാൽ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ അതിൽ ഇറാൻ വ്യാഴാഴ്ച മറുപടി നൽകും. അതായത് ഇന്ന് മറുപടി നൽകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആണവ പദ്ധതി അടക്കമുള്ള നിർണായക വിഷയങ്ങളിൽ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും ചെയ്യണമെങ്കിലും യുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കാനുള്ള ഒരു മെമ്മോറാണ്ടം ഇരു രാജ്യങ്ങളും അന്തിമ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ലഘൂകരിക്കാൻ ഫ്രാൻസ് നേരിട്ടിറങ്ങുകയാണ്. അവരുടെ സുരക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് വിമാനവാഹിനി കപ്പൽ ചാൾസ് ഡി ഗോൾ സൂയിസ് കനാലൊക്കെ കടന്ന് ചെങ്കടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് അത് എക്സ്പെഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ബെയ്ജിങ്ങിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇതിന് തൊട്ടു മുമ്പായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ചൈനയുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അത് നീക്കാൻ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ നേരിട്ട് ചൈനയോട് ആവശ്യപ്പെടുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഷി ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്കായിട്ട് ലോകം കാത്തിരിക്കുകയാണ്. മെയ് 14-15 തീയതികളിൽ ഡൊണാൾഡ് ട്രംപ് ബെയ്ജിങ്ങിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.